കുളിക്കാനുമായി ഇറങ്ങിയ 6 പേരെയാണ് മലവെള്ളപ്പാച്ചിലിൽ കാണാതായത്. പൂഴിത്തോട് വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലും ദുർഘടമായ പുഴയുമാണ് ജീവനുകൾ അപഹരിച്ചത്. 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ബാക്കിയുള്ളവർക്കായി ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും വനംവകുപ്പും നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ്. മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ, എ കെ ശശീന്ദ്രൻ, ഇ ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ തിരച്ചിൽ ഏകോപിപ്പിക്കുന്നു. അപകടമുണ്ടായ പൂഴിത്തോട് ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രദേശം, സമീപ പ്രദേശങ്ങളായ എക്കൽ, സെൻട്രൽ മുക്ക്, ചെമ്പനോട എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. പൂഴിത്തോട് വനമേഖലയിൽ ഉച്ചയോടെയുണ്ടായ മഴ തിരച്ചിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ ബിജീഷിനൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. മായ സ്വഭാവമാണ് കടന്ത്രപ്പുഴയുടേത്. എപ്പോൾ വേണമെങ്കിലും മഴവെള്ളപ്പാച്ചിൽ വരാം, എല്ലാം കൊണ്ടുപോകാം. പാറക്കെട്ടുകൾ പുഴയിൽ നിറഞ്ഞു നിൽക്കുന്നു. 2004-ൽ പൂഴിത്തോട് മേഖലയിൽ ഉരുൾപൊട്ടിയപ്പോൾ 10 പേരുടെ ജീവനാണ് ഇതിൽ പൊലിഞ്ഞത്. 2005-ലും മഴവെള്ളപ്പാച്ചിൽ വന്നു. ഒരു സ്ത്രീ അതിലകപ്പെട്ട് മരണമടഞ്ഞു. കൃഷിനാശത്തിന് പുറമെ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ ഒഴുക്കിൽപ്പെടുന്നതും കടന്ത്രപ്പുഴയിലാണ്. പരിചയമില്ലാത്തവരാണ് ഇപ്പോൾ ഇതിനകത്ത് അകപ്പെട്ട് പോയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന കുഴിയിൽ കുറ്റിയാടി ഭാഗത്തു നിന്ന് ഒത്തിരി പിള്ളേർ പല സമയങ്ങളിൽ വന്ന് കുളിക്കുന്നുണ്ട്. അത് ഞങ്ങൾ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്, കുളിക്കരുത്, അപകടം ഉണ്ടാവും. എന്നാലും അവർ വീണ്ടും വന്ന് പാറകളിൽ തെന്നിപ്പോകുന്നത് തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പൂഴിത്തോട് മലയിൽ മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ശക്തമായ മഴ പെയ്യുമ്പോഴും പുഴയിൽ വെള്ളം കൂടിയാലോ നാട്ടുകാർ ഇപ്പോൾ ഇറങ്ങാറില്ല. കാരണം അവർക്കറിയാം കടന്ത്രപ്പുഴ തെളിനീര് കാണിച്ച് കൊതിപ്പിച്ചങ്ങ് കൊണ്ടുപോകുമെന്ന്. മഴക്കാലമായതോടെ ഉരുൾപൊട്ടുമോ എന്ന ഭീതിയിലായിരുന്നു കുറ്റ്യാടിയിലെ ജനങ്ങൾ. എന്നാൽ കടന്ത്രപ്പുഴയിലെ മഴവെള്ളപ്പാച്ചിലിന്റെ രൂപത്തിൽ ദുരന്തം ഇവിടേക്ക് തേടിയെത്തി. ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് കുറ്റ്യാടിയിലെ ജനങ്ങൾ. ക്യാമറമാൻ ജിതേഷിനോടൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്. നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയാണ് മരുതോങ്കരയിൽ അടുത്തടുത്ത വീടുകളിലെ 6 ചെറുപ്പക്കാർ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഒരാളുടെ മൃതദേഹം ഇന്നലെയും 2 പേരുടെ മൃതദേഹം ഇന്നുമാണ് ലഭിച്ചത്. ഇന്നലെ ലഭിച്ച രജീഷിന്റെ മൃതദേഹവും ഇന്ന് ലഭിച്ച സജിൻ, ശശി, അക്ഷയ് എന്നിവരുടെ മൃതദേഹവും കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ വൈകിട്ടോടെ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിക്കാനാണ് തീരുമാനം. അക്ഷയുടെ പിതാവും ബന്ധുക്കളും വിദേശത്തായതിനാൽ ഇവരെത്തിയ ശേഷം നാളെയായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. രജീഷ്, സജിൻ, ശശി എന്നിവരുടെ മൃതദേഹം ഇന്ന് വൈകിട്ടോടുകൂടി സംസ്കരിക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.